ഇന്നത്തെ ടോപ്പിക് മാഗ്നറ്റിക് സെന്റർ ആൻഡ് മെക്കാനിക്കൽ സെന്റർ ഓഫ് ആൻ ഇലക്ട്രിക് മോട്ടോർ. അപ്പോൾ എന്താണ് മാഗ്നറ്റിക് സെന്റർ, എന്താണ് മെക്കാനിക്കൽ സെന്റർ? മാഗ്നറ്റിക് സെന്റർ ഓഫ് ദ മോട്ടറിൽ വയ്ക്കാണ്ട് നമ്മൾ അലൈൻമെന്റ് ചെയ്താൽ എന്താണ് പ്രശ്നം ഉണ്ടാവുക? പിന്നെ എങ്ങനെയാണ് ഒരു മാഗ്നറ്റിക് സെന്റർ നമ്മൾ എടുക്കുക, എങ്ങനെയാണ് ഒരു മെക്കാനിക്കൽ സെന്റർ നമ്മൾ എടുക്കുക, അതെല്ലാം അതിനെ കുറിച്ചെല്ലാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണം. ബിഫോർ മൂവിങ് ആദ്യം തന്നെ നമുക്ക് ഈ നാല് സ്റ്റേറ്റർ, റോട്ടർ, എയർ ഗ്യാപ്പ് ആൻഡ് ആക്സിൽ നാല് ടോപ്പിക്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യണം. എന്നാൽ മാത്രമാണ് നമുക്കിത് ഫർദർ ആയിട്ട് പ്രൊസീഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഫസ്റ്റ് സ്റ്റേറ്റർ. സ്റ്റേറ്റർ ഓഫ് ആൻ ഇലക്ട്രിക് മോട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി അതിന്റെ വൈൻഡിങ്സ് ആണ് ഉദ്ദേശിക്കുന്നത്. അതാണ് സ്റ്റേറ്റർ ഓഫ് എ മോട്ടർ. അതായത് പാർട്ട് സ്റ്റേഷനറി ആയിട്ട് ഇരിക്കുന്ന സാധനം, ഒബ്ജക്റ്റ്, അതാണ് സ്റ്റേറ്റർ. സ്റ്റേറ്റർ നോർമലി വൈൻഡിങ്സ് ആണ്. പിന്നെ ഉള്ളത് റോട്ടർ. റോട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ മൂവ് ആയിട്ടുള്ള ഷാഫ്റ്റ്. ബേസിക്കലി ഇതാണ് ഒരു മോട്ടറിന്റെ റോട്ടർ. ഇതാണ് റോട്ടർ. ഓക്കെ. പിന്നെയുള്ള സ്റ്റേറ്റ്മെന്റ്, പിന്നെയുള്ള വേർഡ് എയർ ഗ്യാപ്പ്. എന്താണ് എയർ ഗ്യാപ്പ്? ഈ സ്റ്റേറ്ററിന്റെ റോട്ടറിന്റെ ഇടയ്ക്കുള്ള സ്പേസ്, അതിനെയാണ് എയർ ഗ്യാപ്പ് ഓഫ് ആൻ ഇലക്ട്രിക് മോട്ടർ എന്ന് പറയുന്നത്, ഇവിടെ വരുന്നത്. പിന്നെ ഉള്ളത് ആക്സിൽ മൂവ്മെന്റ്. മോട്ടർ കറങ്ങാൻ നേരത്ത് ഈ റോട്ടർ സ്റ്റേറ്ററിന്റെ മിഡിലിൽ കിടന്ന് കറങ്ങും, ഉള്ളിൽ കിടന്ന് കറങ്ങും. ഈ രണ്ടിന്റെ ഇടയ്ക്ക് ഒരു ചെറിയൊരു സ്പേസ് ഉണ്ടോ, അതിനാണ് എയർ ഗ്യാപ്പ്. ആ എയർ ഗ്യാപ്പിൽ ഈ ഷാഫ്റ്റ് ബാക്ക് ആൻഡ് ഫോർത്ത് മൂവ് ചെയ്യും, അങ്ങോട്ട് ഇങ്ങോട്ട്. അതിനെയാണ് ആക്സിൽ മൂവ്മെന്റ് എന്ന് പറയുന്നത്. അതാണ് ഈ നാല് ടേംസ്. ഇനി എങ്ങനെ നമുക്കൊരു മാഗ്നറ്റിക് സെന്റർ എടുക്കാം നോക്കിക്കഴിഞ്ഞാൽ, മോട്ടർ നമ്മൾ ഫസ്റ്റ് ഇനീഷ്യൽ ആയിട്ട് പുതിയ മോട്ടർ ആണെങ്കിൽ ഓൾറെഡി ഒരു പുതിയ മോട്ടറിന് ഓൾറെഡി അതിന്റെ ഫാക്ടറി അക്സെപ്റ്റഡ് ടെസ്റ്റ് നടത്താൻ നേരത്ത് ഓൾറെഡി സോളോ റൺ ചെയ്ത് അതിന്റെ മാഗ്നറ്റിക് സെന്റർ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ടാവും. ബട്ട് സ്റ്റിൽ നമ്മൾ പുതിയ മോട്ടർ ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം അലൈൻമെന്റിന് മുമ്പ് മോട്ടർ ഇൻസ്റ്റാൾ ചെയ്യുന്നു ആസ് പെർ OEM റെക്കമെൻഡേഷൻസ്. പിന്നെ അതിനുള്ള പ്രോപ്പർ ആയിട്ട് ലൂബ്രിക്കേഷൻ ചെയ്യുന്നു. കാരണം ഒരു മോട്ടർ ഒരിക്കലും പ്രോപ്പർ ആയിട്ട് ലൂബ്രിക്കേറ്റ് ചെയ്യാണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യരുത്. അപ്പൊ അതിന് പ്രോപ്പർ ആയിട്ടുള്ള ലൂബ്രിക്കേഷൻ മെത്തേഡ് എയ്തർ ഓയിൽ ഫോഴ്സ്ഡ് മെത്തേഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഓയിൽ സ്പ്ലാഷ് സിസ്റ്റം ആയിരിക്കും, അല്ലെങ്കിൽ ഗ്രീസ്ഡ് മോട്ടർ ആയിരിക്കും. വാട്ട് എവർ, ഇനീഷ്യൽ ലൂബ്രിക്കേഷൻ ചെയ്യാണ്ട് ഒരിക്കലും ഒരു മോട്ടറിനെ സ്റ്റാർട്ട് ചെയ്യരുത്. അപ്പൊ നമ്മൾ അതിനെ ലൂബ്രിക്കേറ്റ് ചെയ്തു. ലൂബ്രിക്കേറ്റ് ചെയ്തതിനു ശേഷം നമ്മൾ മോട്ടർ സ്റ്റാർട്ട് ചെയ്യുന്നു. സ്റ്റാർട്ട് ചെയ്യാൻ നേരത്ത് നോർമൽ കണ്ടീഷൻസിലെ വലിയ മോട്ടറുകളിൽ ഒരു പോയിന്റർ ഇവിടെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ പോയിന്ററിന്റെ താഴെയായിരിക്കും മാഗ്നറ്റിക് സെന്റർ വരേണ്ടത്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഈ ഷാഫ്റ്റ് നമുക്ക് കാണാൻ പറ്റും. സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ഈ ഷാഫ്റ്റ് റോട്ടർ ബാക്ക് ആൻഡ് ഫോർത്ത് ഇങ്ങനെ മൂവ് ചെയ്യും. കുറച്ച് നേരം മൂവ് ചെയ്തതിന് ശേഷം ഇത് പോയിട്ട് ഒരു സ്പോട്ടിൽ പോയിട്ട് സ്റ്റോപ്പ് ആവും. ആ സ്പോട്ടിലാണ് അതിന്റെ മാഗ്നറ്റിക് സെന്റർ. അപ്പൊ നമ്മൾ ഈ പോയിന്റർ എടുത്തിട്ട് ആ സ്പോട്ടിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക. അതിന്റെ മാഗ്നറ്റിക് സെന്റർ നമ്മൾ കണ്ടുപിടിക്കും. എന്താണ് മാഗ്നറ്റിക് സെന്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മൂവ്മെന്റ്, ഈ മാഗ്നറ്റൈസ് ആവുന്ന ശേഷം ഈ മോട്ടർ ആക്സിലായിട്ട് മൂവ് ചെയ്യും. അങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ ഇതിന്റെ ഓപ്പോസിറ്റ് ഫോഴ്സ് ഇതിന് തിരിച്ച് പുറകിലേക്ക് വലിക്കും. ഇങ്ങനെയുള്ള മൂവ്മെന്റിന് ശേഷം കുറച്ച് നേരത്തിന് ശേഷം മോട്ടോർ ഫുൾ സ്പീഡ് അച്ചീവ് ചെയ്തതിന് ശേഷം ഇത് പോയിട്ട് ഒരു സ്വീറ്റ് സ്പോട്ടിൽ പോയിട്ട് സ്റ്റേബിൾ ആയിട്ട് നിന്നിട്ട് അവിടെ റൊട്ടേഷൻ, അവിടെയാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ആ പോയിന്റിനെയാണ് നമ്മൾ മാഗ്നറ്റിക് സെന്റർ ഓഫ് ദ ഇലക്ട്രിക് മോട്ടർ എന്ന് പറയുന്നത്. മേ ബി സ്റ്റാർട്ട് ചെയ്യാൻ നേരത്ത് ഇത് ഇവിടെയായിരിക്കും. ഓക്കെ, വൺ സ്റ്റാർട്ട് ചെയ്ത് സ്പീഡെല്ലാം എസ്റ്റാബ്ലിഷ് ചെയ്തതിന് ശേഷം ഇത് പോയിട്ട് ഇതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള സ്പോട്ടിൽ പോയിട്ട് നിൽക്കും. അപ്പൊ അതാണ് മാഗ്നറ്റിക് സെന്റർ ഓഫ് ദ മോട്ടോർ. സ്റ്റേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ വൈൻഡിങ്സ്, റോട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ റോട്ടറി ആയിട്ടുള്ള പോർഷൻ, പിന്നുള്ളത് എയർ ഗ്യാപ്പ്, ദ സ്പേസ് ബിറ്റ്വീൻ ദ സ്റ്റേറ്റർ ആൻഡ് ദ റോട്ടർ, അതിനാണ് എയർ ഗ്യാപ്പ്. പിന്നെ ഉള്ളത് ആക്സിൽ മൂവ്മെന്റ്, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മൂവ്മെന്റ്. പിന്നെ ഉള്ളത് മെക്കാനിക്കൽ സെന്റർ. എങ്ങനെയാണ് മെക്കാനിക്കൽ സെന്റർ കണ്ടുപിടിക്കുന്നത്? മെക്കാനിക്കൽ സെന്റർ സെയിം, പക്ഷെ മോട്ടർ ഷട്ട് ഡൗൺ ആയിരിക്കണം, ഡീകപ്പിൾ ചെയ്തിരിക്കണം. അതിനുശേഷം നമ്മൾ ഇതിന്റെ ഷാഫ്റ്റിനെ, റോട്ടറിനെ ബാക്കിലോട്ട് പുഷ് ചെയ്യുന്നു, ഫ്രണ്ടിലോട്ട് പുഷ് ചെയ്യുന്നു, അതിന്റെ മിഡിൽ എടുക്കുന്നു. അതാണ് അതിന്റെ മെക്കാനിക്കൽ സെന്റർ ഓഫ് ദ മോട്ടോർ. ഇവ അലൈൻമെന്റ് ചെയ്യാൻ നേരത്ത് മാഗ്നറ്റിക് സെന്റർ എടുക്കാണ്ട് അലൈൻമെന്റ് ചെയ്താൽ എന്ത് സംഭവിക്കാം? കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മുടെ ഒരു എക്യുപ്മെന്റ്, പമ്പ് അല്ലെങ്കിൽ ഒരു ഗിയർ ബോക്സ്. അപ്പൊ ഇത് ഇതിന്റെ ഷാഫ്റ്റ്. ഈ മിഡിലുള്ള പോർഷനെയാണ് നമ്മൾ DBSE എന്ന് പറയുന്നത്, അതായത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഷാഫ്റ്റ് എൻഡ്സ്. ഈ ഷാഫ്റ്റ് എൻഡ്സ് കറക്റ്റ് അല്ലെങ്കിൽ, ഇപ്പോൾ ലെറ്റ്സ് സേ എല്ലാ കപ്ലിങ്ങിനും ഈ ഗ്യാപ്പ് DBSയുടെ ഇടയ്ക്കാണ് കപ്ലിംഗ് വരുന്നത്. ഈ കപ്ലിങ്ങിന് ഒരു OEM റെക്കമെൻഡഡ് സ്പേസ് ഉണ്ടാവും.
ആ സ്പേസ് ഒരിക്കലും എക്സീഡ് ചെയ്യരുത്. എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ യു ആർ ലിറ്ററലി പുള്ളിങ് ദ മോട്ടർ ഷാഫ്റ്റ്. നിങ്ങൾ ഈ DBSC മെയിൻറ്റെയിൻ ചെയ്യാണ്ട് നിങ്ങൾ കപ്ലിംഗ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ കപ്ലിങ്ങിന്റെ ബോൾസ് എല്ലാം ടോർക്ക് ചെയ്തതിനു ശേഷം ഇതിന് പ്രോപ്പറായിട്ട് ഗ്യാപ്പ് മെയിൻറ്റെയിൻ, മാഗ്നറ്റിക് സെന്റർ വയ്ക്കാണ്ട് നിങ്ങൾ ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ചെയ്യാം, ഇത് ഷാഫ്റ്റ് വിൽ ബി ഓൾവേസ് പുൾഡ്. ഈ മോട്ടറിന്റെ ഷാഫ്റ്റ് മൂവബിൾ ആണല്ലോ, ഈ ഷാഫ്റ്റ് എപ്പോഴും പിന്നെ ഈ ഷാഫ്റ്റ് വലിച്ച് ടൈറ്റ് ചെയ്ത് വെക്കും. അപ്പൊ അതുകൊണ്ട് എന്ത് സംഭവിക്കുകയും ചെയ്യും, ബെയറിംഗ് നോൺ ഡ്രൈവിന്റെ അല്ലെങ്കിൽ ഡ്രൈവിന്റെ ട്രസ്റ്റ് ബെയറിംഗ്സിന് നമുക്ക് ഹൈ ടെമ്പറേച്ചർ വരാം, വൈബ്രേഷൻ സ്പൈക്സ് വരാം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കാം. ബെയറിംഗിന്റെ പ്രിമച്വർ ഫെയിലിയർ ഓഫ് ദ ബെയറിംഗ് ക്യാൻ ഹാപ്പൻ. ഇനി പ്രോപ്പർ ആയിട്ടുള്ള മാഗ്നറ്റിക് സെന്റർ വെക്കാണ്ട് പ്രോപ്പർ ആയിട്ട് ഈ DBSC ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഷാഫ്റ്റ് ആൻഡ് മെയിൻറ്റെയിൻ ചെയ്യാണ്ട് കപ്ലിംഗ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ സംഭവിക്കണം. അപ്പൊ മാഗ്നറ്റിക് സെന്ററിൽ വച്ചിട്ട് വേണം എപ്പോഴും നമ്മൾ DBSC മെഷർ ചെയ്യാൻ, ഇല്ലെങ്കിൽ you will have consequences. So that's all about magnetic center and mechanical center of